ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കാം. ഈ വർഷം നടന്നിട്ടുള്ള നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഒന്ന് ശ്രദ്ധിക്കുക. ബഹിഷ്കൃത് ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരായിരുന്നു എന്നായിരുന്നു ചോദ്യം. BR അംബേദ്കർ, കർസോണ്ടാസ് മുൾജി, ഭാൻദാജി, ജ്യോതിബ ഫുലെ. ആൻസർ BR അംബേദ്കർ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും വരുന്ന റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് വരുന്ന പ്രത്യേകിച്ച് ജേണൽസ്, അതുപോലെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രസിദ്ധീകരണങ്ങളായിക്കോട്ടെ, ഈ പറയുന്ന പത്രങ്ങളായിക്കോട്ടെ, സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. അപ്പൊ ഇത് ബഹിഷ്കൃത് ഭാരത് എന്ന് പറയുന്ന ജേണൽ ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു BR അംബേദ്കർ ആണ്. ഏതാണ് വർഷം എന്നും കൂടെ ഓർത്ത് വെച്ചേക്കാം. 1927 കേട്ടോ. ബഹിഷ്കൃത് ഭാരത് ആരംഭിക്കുന്നത് 1927. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുവാണെങ്കിൽ 1924 ഡോക്ടർ BR അംബേദ്കർ ബഹിഷ്കൃതി ഹിതകാരണി സഭ എന്ന് പറയുന്ന പേരിൽ ഒരു സഭ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1924 ഓർത്തു വെച്ചേക്ക, ബഹിഷ്കൃത് ഹിതകാരണി സഭ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏതാണ് വർഷം? 1924. ഇപ്പൊ പറഞ്ഞ പ്രസിദ്ധീകരണം സ്റ്റാർട്ട് ചെയ്തത് 1927. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതിന്റെ ഒരു മോട്ടോയും കൂടെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണേ. അതായത് ബഹിഷ്കൃത് ഹിതകാരണി സഭയുടെ അംബേദ്കർ സ്ഥാപിച്ച സഭയാണ്. ഇതിന്റെ മോട്ടോ എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്നുള്ളതായിരുന്നു. എന്താണ്? എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. പ്രധാനമായിട്ടും ഇതിന്റെ ഉദ്ദേശം, ഈ ഒരു സഭയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ടു പ്രൊമോട്ട് ദ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ എമംഗ് ഡിപ്രസ്ഡ് ക്ലാസ് ബൈ ഓപ്പണിംഗ് ഹോസ്റ്റൽസ്. പല സ്ഥലങ്ങളിലും ഹോസ്റ്റൽസ് സ്റ്റാർട്ട് ചെയ്യുകയും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്കിടയിലേക്കുള്ള എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ടു പ്രൊമോട്ട് ദ സ്പ്രെഡ് ഓഫ് കൾച്ചർ എമംഗ് ദ ഡിപ്രസ്ഡ് ക്ലാസസ് ബൈ ഓപ്പണിംഗ് ലൈബ്രറി, സോഷ്യൽ സെന്റേഴ്സ് ആൻഡ് ക്ലാസസ് ഓഫ് സ്റ്റഡി സർക്കിൾസ്. എഡ്യൂക്കേറ്റ് ചെയ്യുക, ഡിപ്രസ്ഡ് ക്ലാസസിനെയൊക്കെ കൂടുതൽ ഇംപ്രൂവ്ഡ് കണ്ടീഷൻ, അതായത് ഇംപ്രൂവ് ചെയ്യുക അവരുടെ കണ്ടീഷൻസ് എല്ലാം, എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരുടെ സംസ്കാരത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക, എക്കണോമിക് കണ്ടീഷൻസ് കൂട്ടാനായിട്ട് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ സ്കൂൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് വരുന്ന പരാതികളൊക്കെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു സഭ, അതായിരുന്നു ഈ സംഭവം, അതായത് ഹിതകാരണി സഭ, ബഹിഷ്കൃത ഹിതകാരണി സഭ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അതൊരു എക്സ്ട്രാ ഫാക്ട് ആയിട്ട് ഒന്ന് നോക്കി വെച്ചേക്കാം. അതിന്റെ വർഷം 1924. പക്ഷെ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ജേണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1927. അപ്പൊ ബഹിഷ്കൃത് ഭാരത് ജേണൽ ആരംഭിച്ചത് BR അംബേദ്കർ ആണ്. കൂട്ടത്തിൽ തന്നെ ബഹിഷ്കൃത് ഹിതകാരണി സഭ സ്റ്റാർട്ട് ചെയ്തതും BR അംബേദ്കർ ആണ്. അത് 1924 ഇത് സ്റ്റാർട്ട് ചെയ്തത്, അതായത് ജേണൽ ആരംഭിക്കുന്നത് 1927 ഇനി നമ്മളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പേപ്പർ അല്ലെങ്കിൽ ജേണൽസും അതിന്റെ വർഷവും അതിന്റെ എഡിറ്റർ അല്ലെങ്കിൽ ഫൗണ്ടർ ആരാണെന്ന് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. നമുക്ക് ഇതൊരു ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാവർക്കും അറിയാലോ, ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം, അല്ലെ? 1780 ഇത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ അത് ചോദിക്കാറുണ്ട്. ജനുവരി മാസം 29. അപ്പൊ ബംഗാൾ ഗസറ്റിന്റെ പ്രത്യേകത, ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമായിരുന്നു ബംഗാൾ ഗസറ്റ്. ജെയിംസ് ഓഗസ്റ്റസ് ഹിക്കി ആയിരുന്നു ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പം ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ, അതുപോലെ ഇത് എവിടെയാണ് പ്ലേസ് എന്ന് പറയുന്നത്, എവിടെയാണ് പബ്ലിഷ് ചെയ്തത്? കൽക്കട്ടയിലാണ്. അപ്പം ബംഗാൾ ഗസറ്റ് പത്രം ആരംഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആണ്. അതുപോലെ ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും അതുകൊണ്ട് ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി തന്നെയാണ്. 3 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ആ ഡേറ്റ് 1780 ഓർത്തു വെച്ചേക്കാം. അതുപോലെ കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദിനപത്രവും ആര് തന്നെയായിരുന്നു? ബംഗാൾ ഗസറ്റ് ആയിരുന്നു. കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്ന് അറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ പത്രമായിരുന്നു, ഇന്ത്യൻ ദിനപത്രമായിരുന്നു ബംഗാൾ ഗസറ്റ്. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ നമുക്കറിയാം, ഇന്ത്യൻ ഭാഷയിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പത്രം ഏതായിരുന്നു? ബംഗാളി ഭാഷയിലാണ് വന്നത്. സമാചർ. ഇതും സ്ഥിരം ചോദ്യമാണ്. സമാചർ ദർപ്പൺ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഭാഷയായിട്ടുള്ള ബംഗാളി ഭാഷയിൽ ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട പത്രമായിരുന്നു ഇത്. ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ പത്രം ഏതായിരുന്നു? എക്കണോമിക് ടൈംസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ പത്രം എന്ന് പറയുന്നത്
എക്കണോമിക് ടൈംസ് ആണ്. ഇനി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് സംവാദ് കൗമുദി ആരുടെയാണ്? ഇതൊരു വീക്ക്ലി ആണ്, ബംഗാളി വീക്ക്ലി ആണ്. സ്ഥിരം ചോദ്യമാണ്. സംവാദ് കൗമുദി ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെയാണ്. പബ്ലിഷ് ചെയ്ത വർഷം 1821 1821 സംവാദ് കൗമുദി. അതുപോലെ രാജാറാം മോഹൻ റോയുടെ മറ്റൊരു ഫസ്റ്റ് ജേർണൽ ഇൻ പേർഷ്യൻ എന്നറിയപ്പെടുന്നതാണ് മിറാത്ത് ഉൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബർ പ്രീവിയസ് ചോദ്യമാണ് PSCയുടെ. മിറാത്ത് ഉൽ അക്ബർ ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെയാണ്. സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയുടെയാണ്. ഈ പേര് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇതൊരു സംശയം തോന്നും. മിറാദ് ഉൽ അക്ബർ ഫസ്റ്റ് ജേർണൽ ഇൻ പേർഷ്യൻ ഫൗണ്ടർ രാജാറാം മോഹൻ റോയ് ആണ്. ഫസ്റ്റ് ജേർണൽ ഇൻ പേർഷ്യൻ വർഷം 1822 കൽക്കട്ടയിലാണ് പബ്ലിഷ് ചെയ്തത്. ദെൻ രാജാറാം മോഹൻ റോയും അതുപോലെ ദ്വാരകാനാഥ് ടാഗോറും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയൊരു വീക്കിലി ഇംഗ്ലീഷിലും ബംഗാളിലും പേർഷ്യനിലും ഹിന്ദിയിലും ഒക്കെ ഇറക്കിയതാണ്. 1822 കൽക്കട്ടയിൽ തന്നെയാണ്. ബംഗാദത്ത എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടെ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ 2-3 ബംഗാൾ ഗസറ്റും സംവാദ് കൗമുദിയും മിറാദുൽ അക്ബറും, ഇത് ഒരുപാട് പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് അത് വിട്ട് കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അറിയാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. അടുത്തത് ഈ സംവാദ് കൗമുദി മിറാദുൽ അക്ബറും ഈ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്ത നെക്സ്റ്റ് ആണ് ബോംബെ ടൈംസ്. അത് 1838 റോബർട്ട് നൈറ്റും തോമസ് ബെനറ്റും ചേർന്നിട്ടാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പം 1838 ബോംബെ ടൈംസ് എങ്കിലും പിന്നീട് ദ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് 1861 മുതൽ ഇത് അറിയപ്പെട്ടു. ദ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നതിന് മുമ്പിലത്തെ പേരാണ് ബോംബെ ടൈംസ്. അടുത്ത റാസ്റ്റ് ഗോഫ്റ്റ് ഗുജറാത്ത് ഫോർട്ട്നൈറ്റ്ലി ആണ്. 1851 ദാദാഭായ് നവറോജിയാണ്. റാസ്റ്റ് ഗോഫ്റ്റർ ഇത് നോക്കി പഠിച്ചേക്കണേ. റാസ്റ്റ് ഗോഫ്റ്റർ ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെയാണ്. ഇനി എക്സ്ട്രാ എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് കൂടെ ചെയ്തോ കേട്ടോ. ഇതല്ലാതെ ഈ ഒരു ലിസ്റ്റ് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും അറിയാമെങ്കിൽ അതുകൂടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും. അപ്പൊ റാഫ്റ്റ് ഗോഫ്റ്റർ നോക്കി വെച്ചേക്കുക. ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെയാണ്. ഹിന്ദു പട്രിയോട്ട് എന്ന് പറയുന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷിന്റെയാണ്. 1853 കൽക്കട്ടയിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഹിന്ദു പട്രിയോട്ട്. ദെൻ സോം പ്രകാശ് അത് ദ്വാരകാനാഥ് വിദ്യാഭൂഷന്റെയാണ്. 1858 കൽക്കട്ടയിൽ തന്നെയാണ് സോം പ്രകാശ് എന്നറിയപ്പെടുന്ന പത്രം. ദെൻ ഇന്ത്യൻ മിറർ പ്രീവിയസ് ചോദ്യമാണ്. ദേവേന്ദ്രനാഥ് ടാഗോറും NN സെന്നും ചേർന്നിട്ട് 1862 കൽക്കട്ടയിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്ത്യൻ മിറർ. ബംഗാളി എന്ന് പറയുന്നത് 1862 കൽക്കട്ടയിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഗിരീഷ് ചന്ദ്ര ഘോഷ്. ലേറ്റർ ബൈ SN ബാനർജി. പിന്നീട് 1879 ഏറ്റെടുത്താണ് SN ബാനർജി. ദെൻ നാഷണൽ പേപ്പർ ദേവേന്ദ്രനാഥ് ടാഗോറിന്റെയാണ്. 1865 കൽക്കട്ടയിലാണ് പബ്ലിഷ് ചെയ്തത്. പിന്നെ അമൃത ബസാർ പത്രിക അത് ഇനിഷ്യലി ബംഗാളിയിലായിരുന്നു, പിന്നെ ഇംഗ്ലീഷ് ഡെയിലി ആയിട്ട് മാറുകയാണ്. അമൃത ബസാർ പത്രിക ഇത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്നിട്ടാണ് 1868. ബംഗാദർശൻ പ്രീവിയസ് ചോദ്യമാണ്. 1873 കൽക്കട്ടയിലാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയാണ് ബംഗാദർശൻ. അപ്പൊ ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാദർശൻ ഓർത്ത് വെച്ചേക്കുക. റോബർട്ട് നൈറ്റിന്റെ തന്നെയാണ് സ്റ്റേറ്റ് മാൻ എന്ന് പറയുന്നത്. 1875 പബ്ലിഷ് ചെയ്തത്. ദെൻ ദ ഹിന്ദു 1878 മദ്രാസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. GS അയ്യരും വീരരാഘവാചാരി സുഭ റാവു പണ്ഡിറ്റ് എന്നിവർ ചേർന്നിട്ട്. ദ ട്രിബ്യൂൺ 1881 ലാഹോറില് ദയാൽ സിംഗ് മച്തിയ. ദെൻ കേസരി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു മറാത്തി ഡെയിലി ആണ്. അതുപോലെ മഹാരാധ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വീക്ക്ലി ആണ്. ഇത് രണ്ടും ആരുടെയാണ്? ബാലഗംഗാധർ തിലകിന്റെയാണ്. മറാത്ത കേസരിയും കൂടെ ഉണ്ട്. മറാത്ത മീൻസ് മറാത്ത, കേസരി എന്ന് പറയുന്നത് മറാത്ത ഇംഗ്ലീഷ് വീക്ക്ലിയും കേസരി എന്ന് പറയുന്നത് മറാത്തി ഡെയിലിയുമായിരുന്നു. 1881 ബോംബെയിലാണ് ആരംഭിക്കുന്നത്. ബാലഗംഗാധർ തിലക്, പിന്നെ ചിപ്പുലങ്കാർ അഗാർക്കർ, പിന്നെ സുധാരക് 1888 സ്റ്റാർട്ട് ചെയ്ത ഗോപാൽ ഗണേഷ് അഗാർക്കർ ആണ് ഫൗണ്ടർ. വിദാൽ വിദ്വൻസക് 1889 ഗോപാൽ ബാബ വാലങ്കറിന്റെ തന്നെയാണിത്. പിന്നെ സ്വദേശമിത്രൻ മദ്രാസിലാണ് GS അയ്യങ്കാർ. വർഷം കൊടുത്തിട്ടില്ല. പരിദശക് എന്ന് പറയുന്നത് ബിപിൻ ചന്ദ്രപാലിന്റെ വീക്ക്ലി ആണ്. പരിദശക്. യുഗാന്തർ പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ബിപിൻ കുമാർ ഘോഷിന്റെയും ഉപേന്ദ്രനാഥ് ദത്തയുടെയും ചേർന്നിട്ട് 1906 ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്തതാണ് യുഗാന്തർ. ഇത് നമ്മുടെ സ്പെക്ട്രത്തിലൊക്കെ ഒരുപാട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആണ് യുഗാന്തർ. ആരുടെയാണ്? ബരീന്ദ്രകുമാർ ഘോഷും ഉപേന്ദ്രനാഥ് ദത്തയും. പിന്നെ സന്ധ്യ എന്ന് പറയുന്നത്
അത് 1906 ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ബ്രഹ്മ ബന്ധം ഉപാധ്യായുടെയാണ്. പിന്നെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ശ്യാമാജി കൃഷ്ണ വർമ്മയുടെയാണ്. ലണ്ടനിലാണ് പബ്ലിഷ് ചെയ്തത്. വന്ദേ മാതരം മാനവ് ഭിക്കാജി കാമ എല്ലാവർക്കും അറിയാം, പാരീസ്. ഫ്രീ ഹിന്ദുസ്ഥാൻ വാൻകോവറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. താരകാനാഥ് ദാസ് ആണ്. ഗദ്ദാർ അറിയാലോ, ഗദ്ദാർ പാർട്ടിയുടെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള പബ്ലിക്കേഷൻ. തൽവാർ ബെർലിനിലാണ്. വീരേന്ദ്രനാഥ് ചതോപാധ്യായുടെയാണ്. കൊമറേഡ് ചോദിക്കാറുണ്ട്. മൗലാന മുഹമ്മദ് അലിയുടെയാണ്. കൊമറേഡ് എന്ന് പറയുന്നത് വർഷം 1911. വീക്ക്ലി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിരുന്നു കൊമറേഡ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. മൗലാന മുഹമ്മദ് അലിയുടെയാണ്. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അബ്ദുൽ കലാം ആസാദിന്റെ, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ അൽ ഹിലാൽ അൽ ബലാ. പ്രീവിയസ് ചോദ്യമാണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യമാണ്. അൽ ഹിലാൽ അൽ ബലാ. അത് ഉറുദു വീക്ക്ലി ആണ്, 1912. പ്രതാപ് എന്ന് പറയുന്നത് ഹിന്ദി ന്യൂസ് പേപ്പർ ആണ്. ഗണേഷ് ശങ്കർ വിദ്യാർത്ഥിയുടെയാണ്. 1913 പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ബോംബെ ക്രോണിക്കിൾ 1913 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫിറോസ് ഷാ മേത്ത ആൻഡ് BG ഹോർണിമാന്റെയാണ്. യങ് ഇന്ത്യ എപ്പോഴും ചോദിക്കും, നമ്മുടെ മഹാത്മാഗാന്ധിയുടെയാണ്. ഹരിജൻ, യങ് ഇന്ത്യ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ എല്ലാം ആരുടെയാ? മഹാത്മാഗാന്ധിയുടെയാണ്. എന്താണ്? വീക്ക്ലി ന്യൂസ് പേപ്പർ ആണ് നവജീവൻ. ഹരിജനും വീക്ക്ലി ജേണൽ ആണ്, മഹാത്മാഗാന്ധിയുടെ തന്നെയാണ്. യങ് ഇന്ത്യ എന്ന് പറയുന്നത് വീക്ക്ലി ജേണൽ ആണ്, മഹാത്മാഗാന്ധിയുടെ തന്നെയാണ്. ദെൻ ഹരിജൻ, യങ് ഇന്ത്യ, നവജീവൻ. പിന്നെ ഇന്ത്യൻ ഒപ്പീനിയൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യൻ ഒപ്പീനിയനും മഹാത്മാഗാന്ധിയുടെയാണ്. അപ്പൊ വർഷം നോക്കുക. യങ് ഇന്ത്യ 1919, പിന്നെ നവജീവൻ 1929, ഹരിജൻ 1931. ഹരിജന്റെ വർഷം ചോദിക്കാറുണ്ട്. മന്ദി ജീവൻ എന്ന് പറയുന്നത് സജീന്ദ്രനാഥ് സന്യാലിന്റെയാണ്. ബംഗാളിലാണ്. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെയാണ്. ചോദിച്ചിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് ആരുടെയാണ്? 1938 ഡൽഹിയിലാണ് ഇത് ആരംഭിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ നമ്മുടെ ചോദ്യം, ബഹിഷ്കൃത് ഭാരത് ആരുടെയാണ്? BR അംബേദ്കറിന്റെയാണ്. വർഷം 1927. ഓക്കെ. പിന്നെ ഇദ്ദേഹത്തിന് BR അംബേദ്കറിന്റെ തന്നെ 2 എണ്ണം നമ്മൾ പഠിക്കണം. 2 അല്ല, പ്രധാനപ്പെട്ട 2 എണ്ണം പഠിക്കണം. ഒന്ന് ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ബഹിഷ്കൃത് ഭാരത് എന്ന് പറയുന്നത് ഒന്ന്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊന്നാണ് മൂക് നായക്. അപ്പൊ അതുകൂടെ പഠിക്കണേ. 1920 മൂക് നായക്കും പിന്നെ 27 ബഹിഷ്കൃത് ഭാരതും. വായിക്കൊള്ളുന്നില്ല. അപ്പൊ ഇത്രയും പത്രങ്ങള് ജേർണൽസും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഇത് മിക്കതും പ്രീവിയസ് ചോദ്യങ്ങളാണ്. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ പ്രബുദ്ധ ഭാരതും ഉദ്ബോധനവും ഒക്കെ സ്വാമി വിവേകാനന്ദന്റെയാണ്. നമ്മളത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. സ്വദേശി മിത്രം എന്ന് പറയുന്നത് G സുബ്രഹ്മണ്യ അയ്യരുടെയാണ്. പിന്നെ വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെയാണ്. വോയിസ് ഓഫ് ഇന്ത്യ. ഇത്രയൊക്കെ ഉള്ളൂ. എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴോട്ടൊന്ന് കമന്റ് ചെയ്തേക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.